ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ചോദ്യ പേപ്പർ പരിചയപ്പെടാം. നിങ്ങൾക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 ആക്ടിവിറ്റീസാണ് നൽകിയിട്ടുള്ളത്. അതിലേതെങ്കിലും 5 എണ്ണത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഈ 5 ആക്ടിവിറ്റീസിലും എയും ബിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനും നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 ആക്ടിവിറ്റീസിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓരോ ആക്ടിവിറ്റീസിലുമുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. നമുക്ക് ആദ്യം ആക്ടിവിറ്റി 1 നോക്കാം. The following table shows some of the programs implemented by the central and state governments and the local self-government for poverty alleviation and to reduce social inequality and their features. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇൻഇക്വാളിറ്റീസ്, അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് സെൻട്രലും സ്റ്റേറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും കുറച്ച് പരിപാടികൾ, കുറച്ച് പ്രൊജക്ട്സ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രൊജക്ട്സാണ് താഴെ നിങ്ങൾക്ക് കോളത്തിൽ തന്നിട്ടുള്ളത്. അത് ആർക്കാണും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ബെനിഫിഷ്യറീസുമാണ് കോളത്തിൽ തന്നിട്ടുള്ളത്. അത് മുഴുവനായിട്ടും നൽകിയിട്ടില്ല, കുറച്ച് വിട്ട ഭാഗങ്ങളുണ്ട്. വിട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ മിഷൻസ് ഒക്കെ ഏതാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. നമുക്ക് ഷോർട്ടായിട്ട് വളരെ എളുപ്പത്തിൽ ഈ മിഷനെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടു വരാം. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈ മിഷനെ കുറിച്ച് ഏതെങ്കിലും ഒരു മിഷനെ കുറിച്ച് എഴുതാനൊക്കെ ചോദിച്ചേക്കാം. സോ നിങ്ങൾക്ക് എല്ലാ മിഷനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നും ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുള്ളൂ. ആദ്യം നിങ്ങൾ പഠിക്കാനുള്ള ഒരു മിഷനാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഈ ഒരു മിഷൻ എന്തിനാണ്? The scheme ensures unskilled physical employment for not less than 100 days in a financial year to any family residing in rural areas. ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാർക്കാണിത്. അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാൻ സഹായിക്കുന്ന സർക്കാർ പദ്ധതിയാണ്. ഒരു കുടുംബത്തിന് വർഷത്തിൽ 100 ദിവസം വരെ ജോലി ലഭിക്കാൻ സർക്കാർ സഹായിക്കും. ഇതുവഴി ആളുകൾക്ക് പണം സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവരാം. ഇനി ഇത് ആർക്കാണ് കിട്ടുക? ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ളവർ ആരാണ്? എല്ലാ ഇൻഡിവിജ്വൽസും എബോവ് 18 years old, 18 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു മിഷന് കിട്ടുന്നതാണ്. എന്തിനുള്ളതാണ്? ഇറ്റ് ഈസ് എ പോവർട്ടി അലിവിയേഷൻ സ്കീം ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. പോവർട്ടി ഇല്ലാതിരിക്കാൻ, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു മിഷനാണിത്. ആരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഈ ഒരു മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു മിഷനെ കുറിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് 2ാമത്തെ മിഷനാണ് ലൈഫ് മിഷൻ. നിങ്ങൾ ഓർക്കുക, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വീടാണല്ലേ, നമ്മുടെ ലോകം എന്ന് പറയുന്നത്. സോ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഈ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് വീടാണ്? സുരക്ഷിതവും മാന്യവുമായിട്ടുള്ള ഹൗസ് ഹോൾഡ് സിസ്റ്റം, പാർപ്പിട സംവിധാനം. ഓക്കെ, സേഫും ഡീസൻറ്റുമായിട്ടുള്ള ഹൗസിംഗ് സിസ്റ്റമാണ് ഈ ഒരു ലൈഫ് മിഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മറന്നു പോവില്ലല്ലോ, ലൈഫ് മിഷൻ എന്താണ്? വീട് കൊടുക്കുകയാണ്. എങ്ങനത്തെ വീടാണ്? സേഫും ഡീസൻറ്റുമായിട്ടുള്ളത്. ഓക്കെ, ആർക്കാണ് കൊടുക്കുക? എല്ലാവർക്കും കൊടുക്കുമോ? എല്ലാവർക്കും വീട് കൊടുക്കുമോ? ഇല്ല. ആർക്കാണ് ഇത് കൊടുക്കുക? ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? യോഗ്യതയുള്ള ആൾക്കാർ ആരാണ്? ഒന്ന് സ്ഥലമില്ലാത്തവർ, ലാൻഡ്ലെസ്. പിന്നെ ഹോംലെസ്, വീടില്ലാത്ത ആൾക്കാർക്ക്. പിന്നെയോ പീപ്പിൾ വിത്ത് ഹോംസ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഫുള്ളി കൺസ്ട്രക്റ്റഡ്, മുഴുവൻ പണി തീരാത്ത വീടുള്ളവർക്ക്. പിന്നെയോ ദോസ് ഹൂ എക്സിസ്റ്റിംഗ് ഹൗസ് ഈസ് നോട്ട് ഫിറ്റ് ടു ലിവ് ഇൻ, അതായത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വീടുള്ളവർക്ക്. അതായത് ചിലർ കുടിലും വീണ് പോവാൻ പറ്റുന്ന രീതിയിലുള്ള വീടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെയാണ് ഈ ഒരു മിഷനിലൂടെ കൊടുക്കുന്നത്. ആരാണ്
നടപ്പിലാക്കിയത് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇനി ലൈഫ് മിഷൻ മറക്കില്ലല്ലോ. ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം വീടില്ലാത്തവർക്ക് നല്ലൊരു വീട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ മിഷനെ കുറിച്ച് പഠിക്കാം. തീരമൈത്രി എന്നാണ് നമ്മുടെ മിഷന്റെ പേര്. ഇവിടെ തീരമൈത്രി പേരിൽ നോക്കുക, തീരത്ത് ആരുണ്ടാവും? മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവും. ഈ ഒരു മിഷൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് സമൂഹത്തിന്റെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു മിഷനാണിത്. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ്? ദ വുമൺ ഫ്രം ദി ഫാമിലീസ് ഓഫ് ഫിഷർ ഫോൾക്ക്. ഓക്കെ, മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് എങ്ങനെയാണ്? ഇൻ ടു ദി മെയിൻ സ്ട്രീം ഓഫ് ദി സൊസൈറ്റി ബൈ മേക്കിംഗ് ദിം എൻ്റർപ്രണേഴ്സ്. അവരെ സംരംഭകരാക്കിയിട്ട്, അതായത് അവർക്ക് കുറച്ച് ബിസിനസ് ഒക്കെ കൊടുത്തിട്ട് അവരെ സമൂഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഒരു പ്രൊജക്റ്റിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്? ഇതുവഴി മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് നല്ലൊരു ജോലി, നല്ലൊരു സാമൂഹിക അവസ്ഥ, ഒരു സോഷ്യോ എക്കണോമിക് എംപവർമെൻറ്റ് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. തീരമൈത്രിയും പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത മിഷനാണ് കൈവല്യ. അടുത്ത പദ്ധതിയാണ് കൈവല്യ. ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. കൈവല്യ എന്ന് പറയുമ്പോൾ കൈ വയ്യ എന്ന് ഓർക്കുക. അതായത് ശാരീരിക ബുദ്ധിമുട്ടുള്ള, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത്. സോ ഇത് ആർക്കാണ്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്. ഡിഫറെൻ്റ്ലി ഭിന്നശേഷിക്കാരായിട്ടുള്ള ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയും സോഷ്യൽ ഇൻക്ലൂഷനും കൊണ്ടുവരിക. അതായത് സമൂഹത്തിലും ജോലി സാധ്യതയിലും ഈക്വാളിറ്റി, സമത്വം കൊണ്ടുവരിക. ഈ ഒരു മിഷന് പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്തതാണ് വിദ്യവാഹിനി. ഈ പേര് പറയുമ്പോൾ വിദ്യവാഹിനി, വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വാഹനം കൊടുക്കുക, അതായത് ആർക്കാണ് കൊടുക്കുന്നത്? ആദിവാസി മേഖലയിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോയി വരാനുള്ള വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു മിഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആർക്കാണെന്ന് മനസ്സിലായല്ലോ. ട്രൈബൽ കമ്മ്യൂണിറ്റീസിനാണ്, ആദിവാസി മേഖലയിലുള്ള കുട്ടികൾക്കാണ്. ഓക്കെ, എന്തിനാണ്? അവർക്ക് സ്കൂളിൽ പോയി വരാൻ വേണ്ടിയിട്ടാണ്. പോയി വരാനുള്ള വാഹന സൗകര്യം തയ്യാറാക്കി കൊടുക്കുക. ഇനി അടുത്തൊരു മിഷനാണ് ജനനി ജന്മരക്ഷ ആണല്ലേ നമ്മുടെ മിഷന്റെ പേര്. ജനനി ജന്മരക്ഷ. ഇത് ആർക്കാണ്? ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്കും അമ്മമാർക്കും പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരം, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കൊടുക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാർക്കാണ്? പ്രഗ്നന്റ് വുമണും മദേഴ്സും. എവിടെയുള്ള? ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക്. ഇനി അടുത്തതാണ് പ്രതിഭ തീരം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ചിൽഡ്രൻ ഹെയിലിംഗ് ഫ്രം ദി കോസ്റ്റൽ റീജിയൻ. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കായിട്ട് അവരുടെ വിദ്യാഭ്യാസം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഒരു മിഷനാണ്. ഓക്കെ, തീരദേശ പ്രദേശത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെൻ്റ് ആണ്, വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി. അവസാനത്തെ മിഷനാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത് ഗോത്രത്തിൽപ്പെട്ട യോഗ്യരായ ഒരാൾ, അതായത് ഏത് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം? ട്രൈബൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം, മലയാളം ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. അവരെ എന്തായി നിയമിക്കും? പ്രൈമറി സ്കൂളിലെ ടീച്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യും. എന്തിനാണ് അവരെ നിയമിക്കുന്നത്? ട്രൈബൽ ഗ്രൂപ്പ്സിൽപ്പെട്ട, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ മിഷനെ കുറിച്ചും കുറച്ച് വ്യക്തമായിട്ട് കുറച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തേത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ലൈഫ് മിഷൻ ആണ്. ലൈഫ് മിഷൻ എന്താണ്? ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വീടാണ്. അത് ആർക്കുള്ളതായിരുന്നു? നല്ല വീട് നിർമ്മിച്ച് കൊടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇവിടെ ഫീച്ചേഴ്സിൽ കൊടുത്തത് നോക്കിക്കേ. ടു പ്രൊവൈഡ് എ സേഫ് ആൻഡ് ഡീസൻറ്റ് ഹൗസിംഗ് സിസ്റ്റം. മാന്യവും സുരക്ഷിതവുമായിട്ടുള്ള പാർപ്പിട സംവിധാനം കൊടുക്കുക. ബെനിഫിഷ്യറീസ്, ഇത് ആർക്കാണ് കൊടുക്കുക? എല്ലാവർക്കും കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആർക്കാണ് കൊടുക്കുക?
സ്ഥലമില്ലാത്ത ആൾക്കാർക്ക്, വീടില്ലാത്തവർക്ക്, പൊളിഞ്ഞു പോയ വീടുള്ളവർക്ക്, താമസിക്കാൻ പറ്റാത്തത്ര ആ ഒരു അവസ്ഥയിലുള്ള വീടുള്ളവർക്ക്, വീടിൻ്റെ പണി മുഴുവനായിട്ടും തീരാത്തവർക്ക്. ഓക്കെ, ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ് എന്ന് മനസ്സിലായല്ലോ. അതാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് എഴുതാം: ഓൾ ദി ലാൻഡ്ലെസ്, ഹോംലെസ്, people with homes that have not been fully constructed and those whose existing house is not fit to live in. ഓക്കെ, ഇനി അടുത്തതായിരുന്നു കൈവല്യ. കൈവല്യ ആർക്കായിട്ടുള്ളതാ? കൈവയ്യ എന്നാണല്ലേ നമ്മൾ ഓർത്ത് വെച്ച ഒരു കോഡ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ജോലി ആവശ്യമുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ജോലി അവസരം കൊടുക്കുക എന്നതായിരുന്നു അല്ലേ. സോ അവിടെ ബെനിഫിഷ്യറീസ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാണെന്ന് അവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫോർ ദി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ജോലി ആവശ്യമുള്ള ആൾക്കാർക്കാണ്. ഈ ഒരു മിഷൻ്റെ ലക്ഷ്യം ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. ജോലി അവസരത്തിലും സമൂഹത്തിലും ഇക്വാളിറ്റി, സമത്വം കൊണ്ടുവരിക. ഇനി അടുത്ത മൂന്നാമത്തേതാണ് പ്രതിഭ തീരം. പ്രതിഭ തീരം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു? ചിൽഡ്രൻ ഹെയിലിംഗ് ഫ്രം ദി കോസ്റ്റൽ റീജിയൻ. കോസ്റ്റൽ റീജിയൻ എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനാണ് ലക്ഷ്യം എന്ന് പറയുന്നത്? എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെൻറ്റ്, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട്. ഇനി ഏറ്റവും ലാസ്റ്റത് ഇവിടെ നൽകിയിട്ടുള്ള ചോദ്യം ജനനി ജന്മരക്ഷ എന്നാണ്. അതാരാണ്? അമ്മയ്ക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമനിനും വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. സോ ഇവിടെ പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് മദേഴ്സ് ഹു ബിലോങ് ടു ട്രൈബൽ ഗ്രൂപ്പ്സ്, ട്രൈബൽ ഗ്രൂപ്പ്സിലുള്ള പ്രഗ്നൻറ്റ് വുമനിനും മദേഴ്സിനും ഉള്ളതാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? പ്രൊവൈഡ് ന്യൂട്രീഷൻ, പോഷകങ്ങൾ നൽകുക എന്നതാണ്. പ്രൊവൈഡ് ന്യൂട്രീഷൻ. സോ ഇവിടെ കുട്ടികളെ നമ്മൾ ഈ ഒരു ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് ഈസി ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി നെക്സ്റ്റ് ഈ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റിയിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ബി ചോദ്യം: വിച്ച് സ്കീം എൻഷുവേഴ്സ് അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 days ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എനി ഫാമിലി റിസൈഡിങ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരു വർഷത്തിൽ 100 ദിവസത്തിൽ കുറയാത്തത്ര ജോലി നൽകുന്ന പദ്ധതി ഏതായിരുന്നു? ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. തീരമൈത്രി ഇല്ലല്ലേ. തീരമൈത്രി ആർക്കുള്ളതാ? ഫിഷർ ഫോൾക്കിലുള്ള വുമണിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് വെറുതെ മറ്റു ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. ഗോത്രബന്ധു. ഗോത്രബന്ധു ആർക്കുള്ളതായിരുന്നു? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളെ, അതായത് യോഗ്യരായവർക്ക് എന്തറിയണം? ഗോത്രഭാഷയും ട്രൈബൽ ഭാഷയും അറിയണം, പിന്നെ മലയാളം അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള ആൾക്കാരെ പ്രൈമറി സ്കൂളിലെ അധ്യാപകരായിട്ട് നിയോഗിക്കുക. എന്തിന്? ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്. അടുത്തത് ഡി കൈവല്യ. കൈവല്യ ആർക്കാണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള ജോലി ആവശ്യമുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആക്ടിവിറ്റി ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 1 ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം. The pictures of some planets in the solar system and their characteristics are given below. നിങ്ങൾക്ക് താഴെ ചിത്രത്തിൽ ഒരു സോളാർ സിസ്റ്റത്തിലെ ചില പ്ലാനറ്റ്സും അവരുടെ പ്രത്യേകതകളും നൽകിയിട്ടുണ്ട്. The only planet in which life exists, the largest planet, red planet, the planet that is closest to the sun. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ടു ഈച്ച് പ്ലാനറ്റ്, ആഡ് ദം അപ്രോപ്രിയറ്റ്ലി. ഇവിടെ തന്നിട്ടുള്ള ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ യോജിച്ചതായിട്ട്, ഓരോ ചിത്രത്തിന് നേരെ യോജിച്ചതായിട്ട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 163 പേജ് എടുത്ത് അതിൽ പ്ലാനറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ടേബിളിൽ തന്നിട്ടുള്ള ഓരോ പ്ലാനറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇവിടെ മെർക്കുറി ക്ലോസസ്റ്റ് ടു ദി സൺ ആണ്. വീനസ് നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. എർത്ത് ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്.
മാസ് ആണ് റെഡ് പ്ലാനറ്റ്. ജൂപ്പിറ്റർ ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. സാറ്റേൺ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. യുറാനസ് കോൾഡസ്റ്റ് പ്ലാനറ്റ്. നെപ്റ്റ്യൂൺ ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ഫർദർ ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരത്തുള്ള പ്ലാനറ്റ് നെപ്റ്റ്യൂൺ ആണ്. ഇനി നമുക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാം. മെർക്കുറി എന്ന് പറയുന്നത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ് അല്ലേ, ദ ക്ലോസസ്റ്റ് പ്ലാനറ്റ്. മാസ് റെഡ് പ്ലാനറ്റ് ആണ്. ജൂപ്പിറ്റർ ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. സോ ഏതൊരു പ്ലാനറ്റിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. സോ എല്ലാ പ്ലാനറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക. അടുത്തത് ഇവിടെ എർത്തും കൂടി ചോദിച്ചിട്ടുണ്ട്. എർത്ത് എന്താണ്? ദ ഓൺലി പ്ലാനറ്റ് വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ലൈഫുള്ള ജീവനുള്ള ആൾക്കാരുള്ള ഏക പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ബി, വിച്ച് പ്ലാനറ്റ് ഈസ് ഫർദസ്റ്റ് ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരത്തുള്ള പ്ലാനറ്റ് ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, നെപ്റ്റ്യൂൺ. നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. നോട്ട് ദി റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദി എർത്ത് ഡെപിറ്റഡ്. താഴെ നിങ്ങൾക്ക് റെവല്യൂഷൻ്റെയും റൊട്ടേഷൻ്റെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഇൻ ദി ഫിഗേഴ്സ് റെസ്പെക്റ്റീവ്ലി. ഇതിലേതാണ് റൊട്ടേഷൻ, ഏത് പിക്ചറാണ് റെവല്യൂഷൻ? നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് റൊട്ടേഷൻ എന്താണെന്നും റെവല്യൂഷൻ എന്താണെന്നും പറയുന്നുണ്ട്. റൊട്ടേഷൻ കാരണമാണ് നമുക്ക് പകലും രാത്രിയും ഉണ്ടാകുന്നത്. റൊട്ടേഷൻ എന്ന് പറയുന്നത് എർത്ത് അതിൻ്റെ ആക്സിസിനെ ചുറ്റിക്കറങ്ങുന്നതിനാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് സ്പിൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. മനസ്സിലായല്ലോ? ഇവിടെ അവസാനത്തെ വരിയിൽ നോക്കിക്കുക, റൊട്ടേഷൻ ഈസ് ദി സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. അതിൻ്റെ അച്ചുതണ്ടിനെ ചുറ്റിയിട്ട് എർത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതിനാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ കാരണമാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. റൊട്ടേഷൻ്റെ ചിത്രത്തിൽ ഇങ്ങനെ ഒരു ആക്സിസ് ഒക്കെ നൽകിയിട്ടുണ്ടാവും. സോ ഇവിടെ ഫിഗർ എ ആണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഫിഗർ ബി എന്തായിരിക്കും? റെവല്യൂഷൻ ആയിരിക്കും. നമുക്കിനി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി പഠിക്കാം. ഭൂമി സൂര്യനെ ചുറ്റിത്തിരിയുന്നതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കിയ നടുവിൽ സൂര്യനുണ്ട്, ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങാണ് അല്ലേ. എർത്ത് മൂവ്സ് അറൌണ്ട് ദി സൺ ഓൺ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ഒരു നിശ്ചിത ഒരു ഇതിൽ എർത്ത് ഭൂമി സൂര്യനെ ചുറ്റും, അതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ എഴുതാം. ഫിഗർ എ റൊട്ടേഷൻ ആണ്, ഫിഗർ ബി റെവല്യൂഷൻ ആണ്. അവിടെ ഒരു ബി ചോദ്യമുണ്ട്. പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഓൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. റൊട്ടേഷനെയും റെവല്യൂഷനെയും കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. നമ്മൾ രണ്ടിനെ കുറിച്ചും വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സോ നമുക്ക് എഴുതാം. റൊട്ടേഷൻ ഈസ് ദി സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. റൊട്ടേഷൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ ആക്സിസ്, അതിൻ്റെ അച്ചുതണ്ടിനെ ചുറ്റിയിട്ടുള്ള കറക്കത്തിനാണ്, ചുറ്റിത്തിരിയുന്നതിനാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആസ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദി സൺ ഓൺ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ദിസ് ഈസ് റെവല്യൂഷൻ. അങ്ങനെ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഭൂമി സൂര്യനെ ചുറ്റിത്തിരിയുന്നു. ഇതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 4. ദ ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സം റീജിയൻസ് ഓഫ് ദി എർത്ത്. ഇവിടെ താഴെ നിങ്ങൾക്ക് ചില എർത്തിൻ്റെ റീജിയൻസിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് ഔട്ട് നൽകിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്. ഫ്രം ദി ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദി വൺസ് റിലേറ്റഡ് ടു ദി പോളാർ റീജിയൻസ്. തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ പോളാർ റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. പോളാർ റീജിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ തെക്കേ അറ്റത്തും വടക്കേ അറ്റത്തുമുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ നല്ല തണുത്തയും നല്ല മഴയും മഞ്ഞുമുള്ള കാലാവസ്ഥയാണ് ഉണ്ടാവുക. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നാമത് വെരി ലിറ്റിൽ റെയിൻഫാൾ അല്ല, അവിടെ നല്ല മഴയാണ് ഉണ്ടാവുക. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡോഗ്സ് ഇഗ്ലൂസ്. ഇത് ശരിയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നല്ല തണുപ്പുള്ളത് കൊണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നായകൾ വലിച്ചു കൊണ്ടുപോകുന്ന സ്ലെഡ്ജസ് പോലെയുള്ളവയാണ് ഇവർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ താമസിക്കാൻ മഞ്ഞ് കൊണ്ട്, സ്നോ കൊണ്ട് നിർമ്മിച്ച ഇഗ്ലൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്ലെഡ്ജസിൻ്റെയും ഇഗ്ലൂവിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കാം.
രണ്ടാമത്തെ പോയിന്റ് പോളാർ റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് മൂന്നാമത്തത് സ്കാർസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ കുറവ് ഇല്ല, അവിടെ എപ്പോഴും മഴ ആയതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് എഴുതാൻ പറ്റില്ല. അടുത്ത പോയിന്റ് പോളാർ ബിയർ സീൽസ് സ്നോയി ഔൾസ്, ശരിയാണ്, ഇത്തരത്തിലുള്ള ജീവികളൊക്കെ തണുത്ത പ്രദേശത്തിൽ കാണുന്നതാണ്. സോ ഇത് പോളാർ റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് വാസ്റ്റ് സാൻഡ് പ്ലെയിൻസ് ഡ്രൈ വിൻസ്, അതും തെറ്റാണ്. അടുത്ത പോയിന്റ് ഹണ്ടിങ് ഫിഷിങ്, വേട്ടയാടുക, മീൻ പിടിക്കുക. സോ നല്ല മഞ്ഞുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കൃഷി ചെയ്തൊന്നും ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർ ഹണ്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ നടത്തിയിട്ടാണ് ജീവിക്കുന്നത്. സോ ഇതും പോളാർ റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഈ 3 പോയിന്റ്സ് ആണ്. സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡോഗ്സ്, ഇഗ്ലൂസ്, പോളാർ ബിയർസ്, സീൽസ്, സ്നോയി ഔൾസ്, ഹണ്ടിങ്, ഫിഷിംഗ്. അടുത്ത ചോദ്യം ബി, റൈറ്റ് 2 എൻവിറോൺമെന്റൽ കോൺസർവേഷൻ ആക്ടിവിറ്റീസ് യു ക്യാൻ ഡു ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാൻ പറ്റുന്ന 2 പരിസ്ഥിതി സംരക്ഷണ പ്രവൃത്തികൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. വാട്ട് എൻവിറോൺമെന്റൽ ആക്ഷൻസ് യു ക്യാൻ ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന്. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ചോദ്യ പേപ്പറിലും കാണാൻ പറ്റുന്നത്. ആൻസർ എന്തൊക്കെയാണ്? റെഡ്യൂസ് എയർ പൊല്യൂഷൻ, വായു മലിനീകരണം കുറയ്ക്കുക. പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ തടയുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസർ, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കൂട്ടുക, വർദ്ധിക്കുക. ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ഒബ്സർവ് ദി ഇൻഡിക്കേഷൻസ് റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദി മീനിങ് ഓഫ് ഈച്ച് ഓഫ് ദി ഗിവൺ റോഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് റോഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇതാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റോഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇതെന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഒന്നാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് നോ സൈക്ലിംഗ് ആണ്. രണ്ടാമത്തത് പെഡസ്ട്രിയൻസ് നോട്ട് അലൗഡ്, അതായത് ആളുകൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല. മൂന്നാമത്തത് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ്? നോ പാർക്കിംഗ് ആണ്. ഇനി നാലാമത്തത് ഒരു സ്കൂൾ അതിൻ്റെ അരികിലുണ്ട് എന്നാണ് അല്ലേ അർത്ഥം. ദർ ഇസ് എ സ്കൂൾ എഹെഡ്, ബി കെയർഫുൾ, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നതാണ്. അഞ്ചാമത്തത് ദർ ഈസ് എ റെയിൽവേ ക്രോസിംഗ് എഹെഡ്, അടുത്തായിട്ട് എന്താണ്? ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റതും എല്ലാവർക്കും അറിയുന്നതാണ് ഏരിയ വെർ പെഡിസ്ട്രിയൻസ് ക്രോസ് ദി റോഡ്, ആളുകൾക്ക് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 182 പേജിൽ വേറെയും സിമ്പിൾസ് തന്നിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 2 റൂൾസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഇൻ എവറി ഡേ ലൈഫ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള 2 നിയമങ്ങൾ എഴുതുക. നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള നിയമങ്ങളെ പറ്റി നിങ്ങളുടെ 11ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലേ. സോ ഇതേ ഒരു ചോദ്യം തന്നെ നിങ്ങളുടെ ചാപ്റ്ററിൽ 181 പേജിൽ കാണാം. പേജ് 180 നോക്കിക്കേ. വാട്ട് ആർ ദി ലോസ് വി ആർ ഫെമിലിയർ വിത്ത് ഇൻ അവർ ഡെയിലി ലൈഫ്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പരിചിതമായിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെ? ട്രാഫിക് റൂൾസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ് ആക്ട് എന്നൊക്കെ അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതാനാണ് നമ്മുടെ ചോദ്യ പേപ്പറിൽ ചോദിച്ചത്. ഏതെങ്കിലും 2 നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ഇനി 6ാമത്തെ പ്രവർത്തനമാണ്. നീനു ഈസ് പ്രിപ്പയറിംഗ് പോസ്റ്റേഴ്സ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ എ പ്രൊസഷൻ ടു സ്പ്രെഡ് ദി മെസ്സേജ് ഓഫ് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ. നീനു അവകാശ സംരക്ഷണ സന്ദേശ ജാഥയിൽ പങ്കെടുക്കുന്നതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ ചോദ്യം ഇതാണ്, ക്യാൻ യു റൈറ്റ് 2 മെസ്സേജസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി പോസ്റ്റർ ടു ഹെൽപ്പ് നീനു. പോസ്റ്ററിൽ എഴുതാൻ പറ്റിയിട്ടുള്ള 2 മെസ്സേജുകൾ, 2 സന്ദേശങ്ങൾ എഴുതി നീനുവിനെ സഹായിക്കാമോ എന്നാണ് ചോദ്യം. ഇവിടെ ചൈൽഡ് റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 സന്ദേശങ്ങളാണല്ലോ എഴുതാൻ എഴുതാം. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? സ്റ്റോപ്പ് ചൈൽഡ് ലേബർ, പ്രൊട്ടക്റ്റ് ചിൽഡ്രൻസ് റൈറ്റ്. ചൈൽഡ് ലേബർ നിർത്തൂ, ചിൽഡ്രൻ്റെ അവകാശങ്ങൾ നിലനിർത്തൂ, സംരക്ഷിക്കൂ.
കുറച്ച് ആറ്റുകളെ കുറിച്ച് നിങ്ങളുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങളതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കണേ. ഇനി അടുത്ത ബി ചോദ്യമാണ്. അപ്പാർട്ട് ഫ്രം ദി സുപ്രീം കോർട്ട് ആൻഡ് ദി ഡിസ്ട്രിക്ട് കോർട്ട് ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് കോർട്ട്സ് ഫങ്ഷനിങ് ഇൻ അവർ കൺട്രി. കംപ്ലീറ്റ് ദി ഹൈറാർക്കി ഓഫ് കോർട്ട്സ്. സുപ്രീം കോടതിയും ഡിസ്ട്രിക്ട് കോടതിയും അല്ലാതെ മറ്റു പല കോടതികളും നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെ ഹൈറാർക്കി ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 188 പേജിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ടാണ്, അതിൻ്റെ താഴെ ഹൈക്കോർട്ടാണ്, പിന്നെ ഡിസ്ട്രിക്റ്റ് കോർട്ട്, പിന്നെ അവസാനമായിട്ടാണ് സെക്ഷൻസ് കോർട്ട് വരുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ആക്കേണ്ടത്. അടുത്തത് ഇവിടെ സി ആണ് ചോദ്യം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ? ലോക ചൈൽഡ് റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം നവംബർ 20 ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 188 പേജിൽ നൽകിയിട്ടുണ്ട്. അത് ആക്ടിവിറ്റി 7 ആണ്. പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് എൻഡേഞ്ചേഴ്സ് ദി സർവൈവൽ ഓഫ് ലിവിങ് ഓർഗാനിസം. ജലാശയങ്ങൾ മലിനമാവുന്നത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ, അതായത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. ദി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് വാട്ടർ സോഴ്സസ്. നിലവിലുള്ള വാട്ടർ സോഴ്സസ്, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റീഡ് ദി ലിസ്റ്റ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദി മിസ്സിംഗ് ഇൻഫോർമേഷൻ. താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ മിസ്സായിട്ടുള്ള വിവരങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ സോഴ്സസ് സംരക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ആരാണ് ഈ ഒരു പ്രൊജക്റ്റ് നിലവിൽ കൊണ്ടുവന്നത് എന്ന് എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ 142 പേജിൽ ഇതേ ഒരു ടേബിൾ നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ നോക്കിക്കേ, ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഹരിത കേരളം മിഷൻ ആണ്. സോ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ എന്താണ്? ഹരിത കേരളം മിഷൻ. അടുത്തത് ഇംപ്ലിമെൻ്റ് ചെയ്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണെന്ന് തന്നിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ പേര് മാലിന്യമുക്തം നവകേരളം എന്നാണ്. അടുത്തതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് തന്നിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ പേര് വരുന്നത് ജൽ ജീവൻ മിഷൻ എന്നാണ്. അടുത്തത് തെളിനീർ ഒഴുകും നവകേരളം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. അടുത്തത് ബി ചോദ്യം നോക്കാം. ഓൺലി എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് വേൾഡ്സ് ടോട്ടൽ വാട്ടർ സപ്ലൈ ഈസ് ഫ്രഷ് വാട്ടർ. നമ്മുടെ ലോകത്തുള്ള മുഴുവൻ വെള്ളത്തിൻ്റെയും ചെറിയൊരു ഭാഗം മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഓഫ് അസ് ടു കൺസേർവ് ദിസ് പ്രഷ്യസ് വാട്ടർ. മൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. വാട്ട് ആർ ദി വേരിയസ് മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു എൻഷുർ വാട്ടർ കൺസർവേഷൻ? എന്തൊക്കെയാണ് വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാർഗങ്ങൾ എന്നാണ് ചോദിച്ചത്. ആൻസർ റെയിൻ പിറ്റ്സ്, മഴക്കുഴി, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണം, ബൺസ് ആൻഡ് മൾച്ചിങ്. ഇനി സി ചോദ്യമാണ്. ദർ ആർ 2 മെയിൻ മൺസൂൺ സീസൺസ് ഇൻ കേരള വിച്ച് ആർ ദേ? നമ്മുടെ കേരളത്തിൽ 2 മൺസൂൺ സീസൺസ് ഉണ്ട്. അതേതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണുമാണ്. സോ കൂട്ടുകാരെ, ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ഈ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് അറിയിക്കണേ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.